ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും അങ്ങനെ റെന ഫാത്തിമ എവിക്റ്റ് ആയിരിക്കുന്നു. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 50-ാമത്തെ എപ്പിസോഡിൽ 50-ാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന ലേബലും ഇനി റെനയ്ക്ക് സ്വന്തമാണ്. റെന നല്ലൊരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു ഗെയിമർ ആയിരുന്നു ആദ്യ ദിനങ്ങളിലൊക്കെ. വന്ന സമയത്ത് റെന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി പ്രേക്ഷകർക്ക് നല്ലൊരു ഗെയിമറാണ് എന്ന് തോന്നിപ്പിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് റെനയുടെ ഗെയിം എവിടേക്കൊക്കെയോ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. കാരണം സേഫ് ഗെയിം കളിച്ചുകൊണ്ടും ചില ഗ്രൂപ്പുകൾക്കകത്ത് അകപ്പെട്ടുകൊണ്ടും സൗഹൃദ വലങ്ങൾക്ക് അകപ്പെട്ടുകൊണ്ടും തനിക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു റെന. എങ്കിൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം സത്യത്തിൽ റെന തൻ്റെ ട്രാക്കിലേക്ക് തിരിച്ചു വരികയായിരുന്നു. കാരണം വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപും ശേഷമുള്ള റെനയെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു പുതിയ റെന അല്ലെങ്കിൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമുള്ള റെന ഫാത്തിമയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാകും മുഴുവൻ ഒരു തവണ നിസ്സാരമല്ല റെനയല്ല തന്റെ എത്തിയിരിക്കുന്നത്. അതിലുള്ള പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്ത് ബേസിലാണ് റെന ഫാത്തിമ ഒരു ഷോയിലേക്ക് കടത്തി വിട്ടത്, എന്ത് കഴിവാണ് അവർക്കുള്ളത് എന്നുള്ളതൊക്കെ. പക്ഷെ 19-ാമത്തെ വയസ്സിൽ ആ ഒരു വ്യക്തി ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോയിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ വേണ്ട ഒരു പ്ലെയർ ആയിരുന്നു നമ്മൾ. എങ്കിലും വന്നതിന് ശേഷം റെന ഫാത്തിമ അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് റെന ഈ ഒരു 50 ദിവസം ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊന്ന്, ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ളൊരു ടൈറ്റിൽ കൂടി റെനയ്ക്ക് സ്വന്തമാണ്.